ആക്ച്വലി എന്തിനാണ് ഈ കടലാമകളെ ഇത്ര സംരക്ഷിക്കുന്നത്? എന്താണ് ഈ കടലാമ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനായി ഇത്രയും കാശ് മുടക്കേണ്ട കാര്യമുണ്ടോ? കടലിൽ മത്സ്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണക്കാർ ഈ കടലാമകൾ തന്നെയാണ്. കടലാമകളെ സംരക്ഷിക്കുന്നത് ഒരു ജീവിയെ സ്നേഹിച്ചതുകൊണ്ടല്ല, കടലിൻ്റെ ഇക്കോസിസ്റ്റം തകരരുത്, മനുഷ്യജീവിതം നിലനിൽക്കാൻ വേണ്ടിയാണ്. കടലാമകൾ കടലിൻ്റെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സാണ്. അവ ഹെൽത്തി ആണെങ്കിൽ കടൽ പരിസ്ഥിതിയും ഹെൽത്തിയാണ് എന്നർത്ഥം. കടലാമകൾ സീഗ്രാസ് ബെഡ്സ് നിയന്ത്രിച്ച് നിലനിർത്തുന്നു. അതാണ് മത്സ്യങ്ങൾക്ക് മുട്ടയിടുകയും വളരുകയും ചെയ്യുന്ന സ്ഥലം. കൂടാതെ ജെല്ലിഫിഷ് പോലുള്ള ജീവികളുടെ എണ്ണം ബാലൻസ് ചെയ്യുകയും രോഗം പിടിച്ച ഓർഗാനിസംസ് കഴിച്ച് കടൽ ഇക്കോസിസ്റ്റം ക്ലീൻ ആക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ആദ്യ ആഘാതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയാണ് ബാധിക്കുക. കടലാമകൾ ഫുഡ് ചെയിനിലുള്ള ഒരു കീസ്റ്റോൺ സ്പീഷീസാണ്. കടലാമ സംരക്ഷണ പദ്ധതികൾ വഴി ബീച്ചുകൾ ശുചിത്വം നിലനിർത്തപ്പെടുകയും മറൈൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. കേരളത്തിന് കടലാമ സംരക്ഷണത്തിൽ വലിയ സ്കോപ്പുണ്ട്. കാരണം നീളം കൂടിയ കോസ്റ്റ് ലൈൻ, നെസ്റ്റിംഗ് ബീച്ചസ്, ശക്തമായ ഫിഷിംഗ് എക്കണോമി എന്നിവയാണ് നമ്മുടെ പ്രത്യേകത. കടലാമ സംരക്ഷണത്തിലൂടെ മത്സ്യസമ്പത്ത് സ്ഥിരതയോടെ നിലനിർത്താൻ കഴിയുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ ലിവ്ലിഹുഡ് നേരിട്ട് സംരക്ഷിക്കപ്പെടുന്നു. കൺട്രോൾഡ് ടർട്ടിൽ കൺസർവേഷൻ പ്രോഗ്രാം വഴി ഇക്കോ ടൂറിസം വികസിപ്പിച്ച് തീരദേശങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. സീഗ്രാസ് ബെഡ് സംരക്ഷിക്കപ്പെടുന്നതിലൂടെ കോസ്റ്റൽ ഇറോഷൻ കുറയ്ക്കുകയും ഫ്ലഡ് ഇമ്പാക്ട് മിറ്റിഗേഷൻ, ക്ലൈമറ്റ് റെസിലിയൻസ് തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും. ബീച്ച് ക്ലീനിംഗ്, പ്ലാസ്റ്റിക് കൺട്രോൾ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോൾ കേരളത്തിൻ്റെ കോസ്റ്റ് ലൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് മാറും. അതിനാൽ കടലാമ സംരക്ഷണം കേരളത്തിൻ്റെ വൈൽഡ് ലൈഫ് പ്രോജക്റ്റ് മാത്രമല്ല, ഫിഷറീസ്, ടൂറിസം, എംപ്ലോയ്മെൻറ്റ്, ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ എന്നിവ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദീർഘകാല വികസന സാധ്യതയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം?